അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുറത്തു വരുന്നത് നിർണായകവും ആശങ്കാജനകവുമായ വാർത്തകളാണ്. മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തിരുത്തിക്കുറിക്കുന്ന പുതിയ നയതന്ത്ര പ്രതിരോധ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സമുദ്രപാതകളിലും വ്യോമ ഗതാഗതത്തിലും കടുത്ത ഭീഷണികളും അനിശ്ചിതത്വവും തുടരുകയാണ്. ഒരു വശത്ത് മേഖലയിലെ സമഗ്രമായ പ്രതിരോധം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് പ്രമുഖ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച ചരിത്രപ്രധാനമായ പ്രതിരോധ കരാർ, മറുവശത്ത് ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധവും ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും. ഈ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ചരിത്രപ്രധാനമായ തീരുമാനവുമായാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്കയിൽ നടന്ന ഉച്ചകോടിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്ന് മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണമായി കണക്കാക്കുമെന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ. നാറ്റോ സഖ്യത്തിന്റെ 5ാം വകുപ്പിന് സമാനമായ ഈ വ്യവസ്ഥ മേഖലയിലെ സൈനിക സഹകരണം, വിവരശേഖരണം, പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. കരാറിന്റെ രാഷ്ട്രീയവും സൈനികവുമായ പ്രാധാന്യം വളരെ വലുതാണ്. ആഗോള എണ്ണ വിപണിയിലെ വൻ ശക്തിയായ സൗദി അറേബ്യയുടെ സാമ്പത്തിക ശേഷിയും നാറ്റോ അംഗവും അത്യാധുനിക പ്രതിരോധ വ്യവസായത്തിനുടമയുമായ തുർക്കിയുടെ സൈനിക ശേഷിയും ആണവ ശക്തിയായ പാകിസ്ഥാന്റെ വൻ സൈനിക ബലവും ഒന്നിക്കുന്ന ഒരു പുതിയ നയതന്ത്ര അച്ചുതണ്ടാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. എന്നാൽ ഈ കരാർ ഒരു സൈനിക സഖ്യമോ വിഭാഗീയ കൂട്ടായ്മയോ അല്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ ലക്ഷ്യമിട്ടല്ല ഈ നീക്കമെന്നും ആണവ മത്സരവുമായി ഇതിന് ബന്ധമില്ലെന്നും സൗദി ഭരണകൂടം വ്യക്തമാക്കി. അതേസമയം തങ്ങൾ നാറ്റോയിൽ അംഗമായി തുടരുന്നതിന് ഈ പുതിയ കരാർ തടസ്സമല്ലെന്നും മേഖലയിലെ സമാധാനം ഉറപ്പാക്കാനുള്ള അധിക സംവിധാനമായി മാത്രമാണ് ഇതിനെ കാണുന്നതെന്നും തുർക്കി ഔദ്യോഗികമായി വിശദീകരിച്ചു. മേഖലയിലെ കലുഷിതമായ സാഹചര്യങ്ങൾക്ക് കൂടുതൽ തീ പകരുന്നതാണ് അമേരിക്കൻ നാവികസേന ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ കടിപ്പിച്ച ഉപരോധം. ഇറാനിലെ വിവിധ തുറമുഖങ്ങളിലേക്കും തീരദേശങ്ങളിലേക്കുമുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടയുന്നതിന്റെ ഭാഗമായി US സെൻട്രൽ കമാൻഡ് നാവിക പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഉപരോധ വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ 51 വാണിജ്യ കപ്പലുകളുടെ ഗതി തിരിച്ചുവിട്ടതായും 2 കപ്പലുകൾ പ്രവർത്തനരഹിതമാക്കിയതായും 2 എണ്ണത്തിൽ കയറി പരിശോധന നടത്തിയതായും US സൈന്യം സ്ഥിരീകരിച്ചു. സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും തങ്ങൾ യുദ്ധമോ പ്രാദേശിക വികാസമോ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ തങ്ങൾ വഴങ്ങില്ലെന്നും തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങളും ഊർജിതമാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും ഒമാനും തമ്മിൽ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ക്രമീകരിക്കുന്നതിന് പ്രാഥമിക ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. നാവിക സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യം. എങ്കിലും തങ്ങളുടെ സൈനിക ശക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാക്ചി ആഹ്വാനം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം ഭീതിയുടെ നിഴലിലാണ് എന്നതിന്റെ തെളിവാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയായ അഡ്നോക് പുറത്തുവിട്ട പ്രസ്താവന. സംഘർഷം ആരംഭിച്ചതിനു ശേഷം തങ്ങളുടെ 15 കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കമ്പനി വെളിപ്പെടുത്തി. ഈ ആഴ്ച മാത്രം 3 അഡ്നോക് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഈ ദാരുണ സംഭവങ്ങളിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിതരണ തടസ്സങ്ങൾ ഒഴിവാക്കാനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര സമുദ്രപാതയിലെ സഞ്ചാര സ്വാതന്ത്ര്യം മാനിക്കപ്പെടണമെന്നും അഡ്നോക് ആവശ്യപ്പെട്ടു. ഇതിനിടെ സൗദി അറേബ്യയിലെ നജ്റാൻ ലക്ഷ്യമാക്കി യമനിലെ ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണവും വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആക്രമണത്തിൽ സൗദി, ഈജിപ്ത്, യമൻ, പാകിസ്ഥാൻ പൗരന്മാർ ഉൾപ്പെടെ 11 സാധാരണക്കാർക്ക് പരിക്കേറ്റു. ഈ നീക്കത്തെ അറബ് ലീഗും അറബ് പാർലമെന്റും കടുത്ത ഭാഷയിൽ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയുടെ സ്ഥിരത തകർക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയ അറബ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. UAEയും സൗദിക്കെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷങ്ങൾ കാരണം ചില ഗൾഫ് റൂട്ടുകളിൽ വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിലും UAEയിൽ നിന്നുള്ള വേനലവധി യാത്രാ തിരക്ക് പരിഗണിച്ച് ഭൂരിഭാഗം സർവീസുകളും സാധാരണ നിലയിൽ തുടരുന്നുണ്ട്. എമിറേറ്റ്സ്, ഇതിഹാദ് എന്നീ UAEയിലെ പ്രധാന വിമാന കമ്പനികൾ തങ്ങളുടെ ആഗോള ശൃംഖലയിൽ തടസ്സമില്ലാതെ സർവീസ് നടത്തുന്നുണ്ട്. എങ്കിലും കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് റൂട്ടുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ വിമാന സമയക്രമം മുൻകൂട്ടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫ്ലൈ ദുബൈ സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. അതേസമയം എയർ അറേബ്യയുടെ ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള
കുവൈറ്റ്, ബഹ്റൈൻ, സൗദിയിലെ അബ്ഹ തുടങ്ങിയ സർവീസുകൾ താൽക്കാലിക തടസ്സങ്ങളും റദ്ദാക്കലുകളും നേരിടുന്നുണ്ട്. ആശ്വാസകരമായ വാർത്ത എന്തെന്നാൽ ഖത്തർ എയർവേസും കുവൈറ്റിന്റെ ജസീറ എയർവേസും ബഹ്റൈൻ, കുവൈറ്റ്, ഇർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, KLM, സിംഗപ്പൂർ എയർലൈൻസ് തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികൾ UAE-യിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എയർ കാനഡ തങ്ങളുടെ ദുബായ് സർവീസുകൾ 2027 ജനുവരി പകുതിയോടെ മാത്രമേ പുനരാരംഭിക്കൂ എന്നറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് കുറഞ്ഞ 3 മണിക്കൂർ മുമ്പെങ്കിലും എത്താനും ഓൺലൈൻ ചെക്ക് ഇൻ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും കൃത്യമായ യാത്രാ വിവരങ്ങൾ വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി പരിശോധിക്കാനും അധികൃതർ നിർദ്ദേശിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ പുതിയ നയതന്ത്ര പ്രതിരോധ സഖ്യങ്ങളും കടൽപാതകളിലെ കടുത്ത സുരക്ഷാ ഭീഷണികളും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. തന്ത്രപ്രധാനമായ നയതന്ത്ര നീക്കങ്ങളിലൂടെയും സംയുക്ത സമാധാന ശ്രമങ്ങളിലൂടെയും മാത്രമേ നിലവിലെ അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. UAE-യിലെ നിവാസികളും യാത്രക്കാരും വാർത്തകൾ കൃത്യമായി പിന്തുടരുകയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പാലിക്കുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധികളും സമുദ്ര സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളിലൂടെ മേഖല വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. UAE-യിലെ വേനൽക്കാലം കടുക്കുന്നതോടെ ദുബായിൽ താപനില 40-ന് മുകളിൽ 45-നും 50 ഡിഗ്രി സെൽഷ്യസിനും മുകളിലേക്ക് ഉയരുന്നത് സാധാരണമാണ്. കഠിനമായ ഈ ഉഷ്ണതരംഗത്തെ പ്രതിരോധിക്കാൻ വീടുകളിലും ഓഫീസുകളിലും AC-യും മറ്റ് തണുപ്പ് സംവിധാനങ്ങളും അഹോരാത്രം പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായും പ്രതിമാസ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അഥവാ ദേവ ബില്ലുകളിൽ വലിയ വർധനമാണ് വരുത്തുന്നത്. അവിചാരിതമായി ഉയർന്നു വരുന്ന ഇത്തരം ബില്ലുകൾ പലരുടെയും പ്രതിമാസ ബജറ്റിനെ താളം തെറ്റിക്കാറുമുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗത്തിലൂടെയും നിത്യജീവിതത്തിലെ ചെറിയ ചില ശീലങ്ങളിലൂടെയും സുഖകരമായ തണുപ്പും ആശ്വാസവും ഒട്ടും കുറയ്ക്കാതെ തന്നെ ദേവ ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. വൈദ്യുതിയും വെള്ളവും ലാഭിക്കാനുള്ള ആദ്യപടി സ്വന്തം ഗാർഹിക ഉപഭോഗ രീതികളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കുക എന്നതാണ്. ഇതിനായി ദേവ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും മികച്ച ഡിജിറ്റൽ സംവിധാനമാണ് സ്മാർട്ട് ലിവിംഗ് എന്ന് പറയുന്ന സംരംഭം. ദേവയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ പ്രവേശിച്ച് ഓരോ ഉപഭോക്താവിനും തങ്ങളുടെ ദിവസേനയുള്ള ഉപഭോഗ വിവരങ്ങൾ തത്സമയം പരിശോധിക്കാൻ സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിലെ ബിൽ വിശകലന സംവിധാനം വഴി വൈദ്യുതിയും വെള്ളവും ഏറ്റവും കൂടുതൽ ചെലവാകുന്ന മേഖലകൾ ഏതാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്തി ക്രമീകരണങ്ങൾ വരുത്താൻ സാധിക്കും. കൂടാതെ സമാനമായ വലിപ്പമുള്ള മറ്റ് കാര്യക്ഷമമായ വീടുകളിലെ ഉപഭോഗവുമായി സ്വന്തം വീടിന്റെ ഉപഭോഗം താരതമ്യം ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. വീടുകളിൽ പ്രതീക്ഷിക്കാത്ത വിധം വെള്ളം ചെലവാകുന്നുണ്ടെങ്കിൽ അത് ചോർച്ച മൂലമാണോ എന്ന് തിരിച്ചറിയാൻ ഹൈ വാട്ടർ യൂസേജ് അലർട്ട് സഹായിക്കുന്നു. അതിനോടൊപ്പം കൺസപ്ഷൻ അസസ്മെന്റ് ടൂൾ വഴി ലളിതമായ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സ്വന്തം വീടിന്റെ ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്താനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കും. അവധിക്കാലത്തോ യാത്രകളിലോ വീട് പൂട്ടിപ്പോകുമ്പോൾ എവേ മോഡ് സജ്ജമാക്കിയാൽ അനാവശ്യമായ എന്തെങ്കിലും വൈദ്യുതിയോ വെള്ളമോ ചെലവായാൽ തൽക്ഷണം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത അനുഭവപ്പെടുന്ന പീക്ക് അവറുകളായി കണക്കാക്കുന്നത്. ഈ സമയങ്ങളിൽ പുറത്തെ അന്തരീക്ഷ താപനില വളരെ ഉയർന്നതായതിനാൽ എയർ കണ്ടീഷണറുകൾക്ക് അന്തരീക്ഷം തണുപ്പിക്കാൻ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു. അതിനാൽ അത്യാവശ്യമില്ലാത്ത ഗാർഹിക ഉപകരണങ്ങൾ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ദേവ നിർദ്ദേശിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനുകൾ, അതുപോലെ ഡിഷ് വാഷറുകൾ, ഇലക്ട്രിക് അവനുകൾ, വാട്ടർ ഹീറ്ററുകൾ, ഇസ്തിരിപ്പെട്ടികൾ തുടങ്ങിയവ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ ഉള്ള സമയങ്ങളിലേക്ക് മാറ്റുന്നത് വളരെ നന്നായിരിക്കും. ഇത് നേരിട്ട് സ്വന്തം വീട്ടിലെ ബില്ലിൽ മാത്രമല്ല നഗരത്തിന്റെ പൊതുവൈദ്യുതി ശൃംഖലയിൽ ഉണ്ടാകുന്ന അമിത ഭാരം കുറയ്ക്കാനും ഇലക്ട്രിക് സാമഗ്രികളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. വേനൽക്കാലത്ത് UAE-യിലെ വീടുകളിൽ വൈദ്യുതി ബില്ലിന്റെ ഭൂരിഭാഗവും കവരുന്നത് AC-കളാണ്. പലരും മുറി പെട്ടെന്ന് തണുപ്പിക്കാനായി AC താപനില 18 അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തി വെക്കാറുണ്ട്. എന്നാൽ ഇത് തെറ്റായ ഒരു ധാരണയാണെന്ന് മാത്രമല്ല ബിൽ കുത്തനെ കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ. AC താപനില 24 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുകയും സാധ്യമെങ്കിൽ ഓട്ടോ മോഡ് ഉപയോഗിക്കുകയും ചെയ്യാനാണ് ദേവ പ്രധാനമായും ശുപാർശ ചെയ്യുന്നത്. താപനില 24 ഡിഗ്രിയിൽ നിന്ന് ഓരോ ഡിഗ്രി കുറയ്ക്കുമ്പോഴും AC-യുടെ വൈദ്യുതി ഉപഭോഗം ഏകദേശം 5% വരെ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉദാഹരണത്തിന് AC 20 ഡിഗ്രിയിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏകദേശം 20% അധിക വൈദ്യുതി ചെലവാകുന്നു. എന്നാൽ ഓട്ടോ മോഡിലിടുമ്പോൾ മുറി ആവശ്യത്തിന് തണുത്ത ശേഷം കംപ്രസർ സ്വയം പ്രവർത്തനം ക്രമീകരിക്കുന്നതിനാൽ വൻതോതിൽ ഊർജ്ജം ലാഭിക്കാം. വേനൽ ചൂടിൽ മുറിയിലേക്ക് കടക്കുമ്പോൾ AC താപനില പെട്ടെന്ന് താഴ്ത്തുന്നതിന് പകരം അത് സാധാരണഗതിയിൽ തണുപ്പിക്കാൻ അല്പം സമയം നൽകുന്നതാണ് ബുദ്ധി. നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന AC-കൾ 10 വർഷത്തിലധികം പഴക്കമുള്ളതാണെങ്കിൽ അവ മാറ്റേണ്ട സമയമായിരിക്കുന്നു. പഴയ മോഡൽ AC-കൾ പ്രവർത്തിപ്പിക്കാൻ വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ്. ഇവയ്ക്ക് പകരം പുതിയ തലമുറയിലെ ഊർജ്ജക്ഷമതയുള്ള AC-കൾ സ്ഥാപിക്കുന്നത് തണുപ്പിക്കൽ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. പുതിയ AC വാങ്ങുമ്പോൾ എമിറേറ്റ്സ് അതോറിറ്റി
അതോറിറ്റി ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മെട്രോളജി സാക്ഷ്യപ്പെടുത്തിയ 4 അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള മോഡലുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ദേവ നിർദ്ദേശിക്കുന്നു. ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയിലുള്ള പുതിയ എസികൾക്ക് പരമ്പരാഗത എസികളെ അപേക്ഷിച്ച് തണുപ്പിക്കലിനായി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 25% വരെ ലാഭം നൽകാൻ സാധിക്കും. മുറിക്കുള്ളിൽ തണുത്ത വായു തടസ്സമില്ലാതെ കറങ്ങുന്നതിന് എസിക്കൊപ്പം സീലിംഗ് ഫാനുകളോ പെഡസ്ട്രിയൽ ഫാനുകളോ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഫാനുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളൂ. ഫാൻ പ്രവർത്തിപ്പിക്കുമ്പോൾ മുറിയിലെ വായു പ്രവാഹം വർദ്ധിക്കുകയും താപനില കുറയാതെ തന്നെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് എസി താപനില വീണ്ടും താഴ്ത്താതെ തന്നെ സുഖകരമായ അന്തരീക്ഷമൊരുക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എസി ഫിൽട്ടറുകളുടെ പതിവ് ശുചീകരണം. പൊടിയും ചെളിയും അടിഞ്ഞുകൂടി അടഞ്ഞ ഫിൽട്ടറുകൾ വായു സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. ഇതുമൂലം മുറി തണുപ്പിക്കാൻ എസി കംപ്രസറിന് കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരികയും കൂടുതൽ ഊർജ്ജം പാഴാവുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും എസി ഫിൽട്ടറുകൾ കഴുകി വൃത്തിയാക്കുന്നത് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും. സൂര്യപ്രകാശം നേരിട്ട് വീടുകളിലേക്ക് അടിക്കുന്നത് മുറിക്കുള്ളിലെ താപനില വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. സൺഗ്ലാസുകളിലൂടെ പുറത്തെ ചൂട് അകത്തേക്ക് എത്തുമ്പോൾ അത് എസിയുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. ഇത് തടയാൻ ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ജനലുകളിൽ കട്ടിയുള്ള കർട്ടനുകൾ, ബ്ലെൻഡുകൾ അല്ലെങ്കിൽ വിൻഡോ ഫിലിമുകൾ ഉപയോഗിക്കണം. മുറിക്കുള്ളിലെ പ്രകൃതിദത്തമായ ചൂട് കുറയ്ക്കുന്നതിലൂടെ എസി പ്രവർത്തിപ്പിക്കേണ്ട സമയവും ഊർജ്ജവും ഒരുപോലെ കുറയ്ക്കാൻ സാധിക്കും. പകൽ സമയങ്ങളിൽ ആവശ്യത്തിന് തണൽ ഉറപ്പാക്കുന്നത് വീടുകളിലെ അന്തരീക്ഷം സ്വാഭാവികമായി തന്നെ തണുപ്പുള്ളതാക്കി മാറ്റാൻ സഹായിക്കും. വൈദ്യുതി പോലെ തന്നെ വേനൽക്കാലത്ത് നിയന്ത്രിക്കേണ്ട ഒന്നാണ് ജല ഉപഭോഗം. പല വീടുകളിലും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന ചെറിയ ജലച്ചോർച്ചകൾ വലിയ തുകയുടെ ദേവാ ബില്ലുകൾക്ക് കാരണമാകാറുണ്ട്. അതിനാൽ വീടുകളിലെ വാട്ടർ ടാങ്കുകൾ, പൈപ്പുകൾ, ടാപ്പുകൾ എന്നിവയിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വാഷിംഗ് മെഷീൻ കണക്ഷനുകൾ, അടുക്കളയിലെയും ബാത്റൂമിലെയും ടാപ്പുകൾ, വാട്ടർ ഹീറ്ററുകൾ, ഫ്ലഷ് ടാങ്കുകൾ എന്നിവ പതിവായി പരിശോധിക്കണം. കൂടാതെ വീടിന് പുറത്തുള്ള ഗാർഡൻ ഹോസുകളിലോ ഇറിഗേഷൻ സിസ്റ്റങ്ങളിലോ ചോർച്ചയുണ്ടോ എന്നും ഭിത്തികളിലോ തറയിലോ നനവ് പടരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ദേവയുടെ ഹൈ വാട്ടർ യൂസേജ് അലർട്ട് സവിശേഷത ഉപയോഗിച്ച് വലിയ തോതിലുള്ള അസാധാരണ ജല ഉപഭോഗം തിരിച്ചറിയാനും പെട്ടെന്ന് തന്നെ പ്ലംബിംഗ് അറ്റകുറ്റപ്പണികൾ നടത്താനും സാധിക്കും. ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോഴും പ്ലഗ് പോയിന്റുകളിൽ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്നത് മൂലമുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഫാൻറ്റം ലോഡ് എന്നറിയപ്പെടുന്നു. ടിവി, ചാർജറുകൾ, മൈക്രോവേവ് ഓവനുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫ് ആക്കിയാലും പ്ലഗിൽ കുത്തിയിട്ടിരുന്നാൽ പ്രതിമാസം 5% വൈദ്യുതി നിശബ്ദമായി ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗശേഷം ഇവ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്യുകയോ സ്മാർട്ട് പ്ലഗുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഇത് ഒഴിവാക്കാൻ സഹായിക്കും. പഴയതരം ഫിലമെന്റ് ബൾബുകൾക്ക് പകരം LED ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പ്രകാശത്തിനായി ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ 85% വരെ ലാഭമുണ്ടാക്കും. LED ലൈറ്റുകൾ കുറഞ്ഞ ചൂട് മാത്രമേ പുറത്തു വിടുകയുള്ളൂ എന്നതിനാൽ ഇത് വീടിനുള്ളിലെ താപനില ഉയർത്തുകയില്ല. റെഫ്രിജറേറ്റർ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയും ഫ്രീസർ താപനില -10 ഡിഗ്രി സെൽഷ്യസ് വരെയും ക്രമീകരിക്കുന്നതും ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കും. യുഎയിലെ രൂക്ഷമായ വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ തണുപ്പ് ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് ഊർജ്ജ ഉപഭോഗത്തിൽ ബുദ്ധിപരമായ മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. ദേവ നൽകുന്ന ഡിജിറ്റൽ സേവനങ്ങളും ആപ്പിലെ സവിശേഷതകളും പരമാവധി പ്രയോജനപ്പെടുത്തി ഓരോ ദിവസത്തെയും ഉപഭോഗം നിരീക്ഷിക്കുന്നത് നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഉപഭോക്താവാക്കി മാറ്റും. എസിയുടെ താപനില 24 ഡിഗ്രിയിൽ ക്രമീകരിക്കുക, ഉപകരണങ്ങൾ പീക്ക് അവറുകളിൽ ഒഴിവാക്കുക, ലീക്കുകൾ യഥാസമയം അടയ്ക്കുക തുടങ്ങിയ ലളിതമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ പ്രതിമാസ ദേവാ ബില്ലിൽ വലിയ ആശ്വാസം കണ്ടെത്താൻ ഓരോ കുടുംബത്തിനും സാധിക്കും. ഇത് സാമ്പത്തിക ലാഭം മാത്രമല്ല നൽകുക, ദുബായിയുടെ സുസ്ഥിര നാളേക്കായുള്ള കാൽവെപ്പുകളിൽ പങ്കാളിയാകാനുള്ള ഉത്തമമായ അവസരം കൂടിയാണ്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന പരമ്പരാഗത തൊഴിൽ രീതികളിൽ നിന്നും വേറിട്ട് മാറി ഭാവിയിലെ വിപണി ആവശ്യങ്ങൾക്ക് അനുയോജ്യവും വഴക്കമുള്ളതുമായ തൊഴിൽ അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഒമാൻ സുപ്രധാനമായ ചുവടുവെപ്പുകൾ നടത്തുകയാണ്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സലാലയിലും മസ്കറ്റിലുമായി സംഘടിപ്പിച്ച 3ാമത് തൊഴിൽ ഫോറത്തിന്റെ ഭാഗമായി നടന്ന തൊഴിൽ വിപണി ലബോറട്ടറികളുടെ സമാപനത്തിൽ അംഗീകരിച്ച സമഗ്ര റോഡ് മാപ്പ് സുൽത്താനറ്റിന്റെ സാമ്പത്തിക വികസനത്തിൽ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മഹദ് സയ്യിദ് ബ ഉവൈന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി കേവലം പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിൽ ഒതുങ്ങാതെ നിയമനിർമ്മാണത്തിൽ സുതാര്യത കൊണ്ടുവരാനും രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് പുതിയ വാതിലുകൾ തുറക്കാനും ഉതകുന്ന പ്രായോഗിക തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചു. വ്യക്തമായ പ്രകടന സൂചകങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ, കൃത്യമായ സമയപരിധികൾ എന്നിവ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി ഒമാന്റെ തൊഴിൽ മേഖലയെ കൂടുതൽ മത്സരക്ഷമമാക്കും എന്ന് കരുതപ്പെടുന്നു. എണ്ണ ഇതര വരുമാനത്തെ ആശ്രയിച്ചുള്ള സുസ്ഥിര സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്ന ഒമാൻ വിഷൻ 2040ന്റെയും അതുപോലെ 11ാം 5 വർഷ വികസന പദ്ധതിയുടെയും പ്രധാന ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് പുതിയ തീരുമാനങ്ങൾ.
പ്രത്യേകിച്ച് കല, വിനോദം, വിനോദ പ്രവർത്തനങ്ങൾ, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ, ഇവന്റ് മാനേജ്മെന്റ്, വിനോദ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപ സാധ്യതകളുണ്ടെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം വിലയിരുത്തുന്നു. മുൻകാലങ്ങളിൽ ആഭ്യന്തര വിപണിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത്തരം മേഖലകളെ പ്രാദേശികവും അന്തർദേശീയവുമായ ബിസിനസ്, സാമ്പത്തിക നിക്ഷേപ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി ഉയർന്ന തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും ആവശ്യമായ ഏകീകൃത നിയമനിർമ്മാണ ചട്ടക്കൂട് രൂപീകരിക്കപ്പെടുകയാണ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ സുതാര്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വഴി പ്രവർത്തനക്ഷമതയും വിപണിയിലെ മത്സരശേഷിയും ഗണ്യമായി വർദ്ധിക്കും. തൊഴിൽ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം ഗവേണൻസ് അഥവാ ഭരണ സംവിധാനത്തിലെ സുതാര്യതയും നിയമനിർമ്മാണ പ്രക്രിയയുടെ നവീകരണവുമാണ്. സർക്കാരിന് പുറമെ തൊഴിലുടമകൾ, തൊഴിലാളികൾ എന്നീ 3 പ്രധാന ഉൽപാദന പങ്കാളികളെ കൂടി ഉൾപ്പെടുത്തി നീതിന്യായ നിയമകാര്യ മന്ത്രാലയത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് പുതിയ തൊഴിൽ നിയമങ്ങളും മന്ത്രിതല തീരുമാനങ്ങളും വികസിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ ചട്ടങ്ങൾ വേഗത്തിൽ പുതുക്കാനും തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ തമ്മിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനും ഈ പങ്കാളിത്ത സമീപനം സഹായിക്കും. പ്രശ്നങ്ങളുടെ ഉപരിപ്ലവമായ പരിഹാരങ്ങൾക്ക് പകരം അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുകയും എണ്ണ, വാതക മേഖലകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന രംഗങ്ങളിലെ നാവിക തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ലബോറട്ടറികൾ പ്രവർത്തിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ പുതിയ ദേശീയ തൊഴിൽ നയത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്വദേശികൾക്കായി 3 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിവർഷം ശരാശരി 60,000 തൊഴിലവസരങ്ങൾ ഒമാനികൾ കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സംരംഭങ്ങളും നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും തൊഴിൽ വിപണിയുടെ പുതിയ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മാറ്റിമറിക്കാൻ തൊഴിൽ സഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആധുനിക മാധ്യമങ്ങൾ, ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻ, ക്രിയേറ്റീവ് ഇൻഡസ്ട്രികൾ എന്നിവയിൽ പ്രാപ്തരായ സ്വദേശി യുവാക്കളെ വാർത്തെടുക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ ദേശീയ പങ്കാളിത്തം വലിയ തോതിൽ ഉയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒമാനിൽ നടപ്പിലാക്കി വരുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രവാസി മലയാളികൾ ഉൾപ്പെടുന്ന വലിയൊരു ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാണിജ്യ, ഭരണ മേഖലകളിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാകുന്നതോടെ പരമ്പരാഗത ഓഫീസ് ജോലികൾ, എൻട്രി ലെവൽ തസ്തികകൾ, സാധാരണ വിൽപ്പന മേഖലകൾ എന്നിവയിൽ വിദേശ തൊഴിലാളികൾക്കുള്ള സാധ്യതകൾ മുൻപത്തേക്കാൾ പരിമിതപ്പെടും. എന്നാൽ ഈ പ്രതിസന്ധിക്കപ്പുറം വൈദഗ്ധ്യമുള്ള പ്രവാസികൾക്ക് പുതിയൊരു വാതിൽ തുറന്നു നൽകുകയാണ് ഒമാന്റെ പുതിയ നയം. കല, വിനോദം, ഇവന്റ് മാനേജ്മെന്റ്, മീഡിയ പ്രൊഡക്ഷൻ, അനിമേഷൻ, വിനോദ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ പുതിയ സാമ്പത്തിക മേഖലകളുടെ വളർച്ച ഈ രംഗങ്ങളിൽ വൈദഗ്ധ്യമുള്ള പ്രവാസി വിദഗ്ധർക്കും സാങ്കേതിക വിദഗ്ധർക്കും വൻ അവസരങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ നിയമനിർമ്മാണത്തിലും തൊഴിൽ ചട്ടങ്ങളിലും കൊണ്ടുവരുന്ന സുതാര്യത സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികൾക്ക് വലിയ ആശ്വാസവുമാകും. തൊഴിൽ കരാറുകൾ കൂടുതൽ സുതാര്യമാകുന്നതും നീതിന്യായ വ്യവസ്ഥകൾ വേഗത്തിലാക്കുന്നതും വഴി വേതന കുടിശ്ശികകൾ, നിയമവിരുദ്ധമായ ചൂഷണങ്ങൾ എന്നിവയ്ക്ക് അറുതി വരുത്താൻ സാധിക്കും. പുതിയ ചട്ടക്കൂട് പ്രകാരം തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ സംരക്ഷണം ലഭിക്കുന്നത് പ്രവാസികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും. ഇതിനു പുറമെ സുതാര്യമായ നയങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും ചെറുകിട ഇടത്തരം സംരംഭ മേഖലകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളി സംരംഭകർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകും. സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ വിനോദ സാങ്കേതിക പദ്ധതികൾക്കും ലഭിക്കുന്ന ഭരണകൂട പിന്തുണ മലയാളി വ്യവസായികൾക്കും പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കാൻ അവസരമൊരുക്കും. ഒമാൻ വിഷൻ 2040 ഭാഗമായി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം അതിവേഗം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത എണ്ണ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും വിജ്ഞാനാധിഷ്ഠിത സാങ്കേതിക സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഈ മാറ്റം മേഖലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്നാണ്. മാറിയ തൊഴിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പ്രവാസി സമൂഹം തങ്ങളുടെ പരമ്പരാഗത തൊഴിൽ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ, പുതിയ മാധ്യമ കഴിവുകൾ, പ്രത്യേക സാങ്കേതിക നൈപുണ്യങ്ങൾ എന്നിവ സ്വായത്തമാക്കുന്ന പ്രവാസികൾക്ക് ഒമാനിലെ മാറുന്ന വിപണിയിൽ ഉയർന്ന പദവികളും അവസരങ്ങളും വരും നാളുകളിൽ ഉറപ്പാക്കാൻ സാധിക്കും. നിയമപരമായ സുതാര്യതയും വിപണിയിലെ പുതിയ അവസരങ്ങളും ഒമാന്റെ സാമ്പത്തിക സ്ഥിരതയോടൊപ്പം അവിടെയുള്ള പ്രവാസി സമൂഹത്തിന്റെ ഭാവിയെയും കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നോക്കാം മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ക്രൂഡ് ഓയിൽ കയറ്റുമതി പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിൽ ബദൽ പൈപ്പ് ലൈൻ പദ്ധതിക്കായി ചർച്ചകൾ ഊർജിതമാക്കി കുവൈറ്റ്. ഹോർമൂസ് ഒഴിവാക്കി എണ്ണ പുറത്തെത്തിക്കാൻ സൗദി അറേബ്യ, UAE അടക്കമുള്ള അറബ് രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള പുതിയ മാർഗങ്ങളാണ് രാജ്യം പരിഗണിക്കുന്നത്. സൗദി വഴി ചെങ്കടലിലേക്കോ ഒമാനിലേക്കോ പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ UAEയിലെ ഫുജൈറ തുറമുഖം പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കുവൈറ്റ് എണ്ണമന്ത്രി താരിഖ് അൽ റൂമി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നതിനാൽ എണ്ണ കയറ്റുമതി 0 കൂപ്പുകുത്തിയെന്നും സമീപകാല
മഴക്കാല ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച സംഭരണ ടാങ്കുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദിയുമായും UAE-യുമായും ചർച്ച നടത്തി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കാവുന്ന പ്രായോഗിക പദ്ധതി തിരഞ്ഞെടുക്കാനാണ് കുവൈറ്റിന്റെ തീരുമാനം. സന്ദർശക വിസകൾ താമസാനുമതിയാക്കി, അതായത് റെസിഡൻസി വിസയാക്കി മാറ്റുന്ന കാര്യത്തിൽ പ്രവാസികൾക്ക് പൊതുവായ ഇളവുകളിൽ നിന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ സന്ദർശന വിസക്കാരും റെസിഡൻസി മാറ്റത്തിന് അർഹരല്ലെന്നും കർശന നിബന്ധനകൾ പാലിക്കുന്ന നിശ്ചിത വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതിയെന്നും അധികൃതർ അറിയിച്ചു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി കുവൈറ്റിലെത്തുന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള വിദഗ്ധർ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്കാണ് പ്രധാനമായും വിസ മാറ്റത്തിന് ഇളവുകളുള്ളത്. കൂടാതെ തൊഴിൽ വിസയിലെത്തി താമസരേഖ നടപടികൾക്കിടെ അടിയന്തര സാഹചര്യങ്ങളാൽ മടങ്ങേണ്ടി വരികയും 1 മാസത്തിനകം ബിസിനസ് സന്ദർശക വിസയിൽ തിരിച്ചെത്തുകയും ചെയ്തവർക്കും അനുമതി ലഭിക്കും. എന്നാൽ കുടുംബ സന്ദർശന വിസയിൽ എത്തുന്നവരെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ വിസയിലേക്ക് നേരിട്ട് മാറ്റാൻ സാധിക്കില്ല. വിസ മാറ്റവുമായി ബന്ധപ്പെട്ട ഓരോ അപേക്ഷയിലും റെസിഡൻസി അഫയേഴ്സ് ജനറൽ ഡയറക്ടറേറ്റും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സൗദി അറേബ്യയിൽ ജിൻസങ് അടങ്ങിയ ചില പ്രമുഖ കോഫി, ഡാർക്ക് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി കർശന നിരോധനം ഏർപ്പെടുത്തി. നിരോധിത രാസവസ്തുവായ നോട്ടഡ ലാഫിൽ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പാഴ്സ കോഫി, ബിൻഡാൻ സ്കൈ കോഫി, പാഴ്സ ചോക്കോ ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയുടെ 100 ഗ്രാം പാക്കറ്റ് അടങ്ങുന്ന എല്ലാ ബാച്ചുകളും വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറയാനും ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാം. പ്രത്യേകിച്ച് വിട്ടുമാറാത്ത രോഗമുള്ളവരിൽ ഇത് കൂടുതൽ അപകടകരമാണ്. കൈവശമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉടൻ നശിപ്പിച്ചു കളയാൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയ അധികൃതർ നിരോധനം ലംഘിക്കുന്ന ഇറക്കുമതിക്കാർക്കും വിതരണക്കാർക്കുമെതിരെ 1 കോടി റിയാൽ വരെ പിഴയും 10 വർഷം വരെ തടവും ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. UAE-യിൽ ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കായി സ്വന്തം വ്യക്തിഗത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നവർക്ക് കനത്ത മുന്നറിയിപ്പുമായി ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി രംഗത്ത്. നിയമവിരുദ്ധമായ ടെലിമാർക്കറ്റിംഗ് കോളുകൾ തടയുന്നതിന്റെ ഭാഗമായി അധികൃതർ ഇതിനോടകം 1.9 കോടിയിലധികം ദിർഹം പിഴ ചുമത്തുകയും 9000-ലധികം ഫോൺ കണക്ഷനുകൾ വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് സെയിൽസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ കോളുകൾക്കായി വ്യക്തിഗത നമ്പർ ഉപയോഗിച്ചാൽ ആദ്യഘട്ടത്തിൽ 5000 ദിർഹം പിഴ ലഭിക്കും. തുക അടയ്ക്കുന്നതുവരെ വ്യക്തിയുടെ പേരിലുള്ള മുഴുവൻ കണക്ഷൻ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക 50,000 ദിർഹം വരെ ഉയർന്നേക്കാം. കൂടാതെ 12 മാസത്തേക്ക് രാജ്യത്ത് ടെലികോം സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കും നേരിടേണ്ടി വരും. അംഗീകൃത മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. രാവിലെ 9 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ മാത്രമേ ഉപഭോക്താക്കളെ വിളിക്കാൻ അനുമതിയുള്ളൂ. താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഉപഭോക്താവിനെ വീണ്ടും വിളിക്കാനോ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിർബന്ധിക്കാനോ പാടില്ല. ഇത്തരം അനാവശ്യ മാർക്കറ്റിംഗ് കോളുകൾ വരുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉപഭോക്താക്കൾക്ക് 2211 എന്ന നമ്പറിലേക്ക് DNCR എന്ന് SMS അയച്ച് ഡു നോട്ട് കോൾ രജിസ്റ്ററിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഠിനമായ വേനൽ ചൂടിനിടയിലും UAE-യിൽ ഇൻഫ്ലുവൻസ ഉൾപ്പെടെയുള്ള വൈറൽ പനി കേസുകൾ പടരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ മഴക്കാല അവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന യാത്രക്കാരിലൂടെയാണ് ശ്വാസകോശ വൈറസുകൾ പ്രധാനമായും വ്യാപിക്കുന്നത്. വിമാനയാത്ര, തിരക്കേറിയ അന്തരീക്ഷം, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വൈറസ് വ്യാപനത്തിന് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. പനി, ചുമ, തൊണ്ടവേദന, ശരീരവേദന, കഠിനമായ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ നിസ്സാരമായി കാണരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗമുള്ളവർ എന്നിവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. രോഗബാധ തടയാൻ വാർഷിക ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. UAE-യിലെ സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലും പ്രമുഖ ഫാർമസികളിലും വാക്സിൻ ലഭ്യമാണ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സർക്കാർ കേന്ദ്രങ്ങൾ വഴി സൗജന്യ വാക്സിനേഷൻ സൗകര്യവുമുണ്ട്. അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും കൈകൾ ഇടയ്ക്കിടെ ശുചീകരിക്കാനും ആവശ്യമായ സാഹചര്യങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്യൂട്ട് കേസിന്റെ റബ്ബർ ഫ്രെയിമിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 460 ഗ്രാം അസംസ്കൃത സ്വർണം ദുബായ് കസ്റ്റംസ് പിടികൂടി. 24 കാരറ്റ് സ്വർണം ഉരുക്കി നേർത്ത കമ്പികളുടെ രൂപത്തിലാക്കി സ്യൂട്ട് കേസിന്റെ ആന്തരിക ഘടനയിൽ സമർത്ഥമായി ഘടിപ്പിച്ച നിലയിലായിരുന്നു. എക്സ്റേ സ്കാനിംഗിൽ അസാധാരണമായ സൂചനകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് അതീവ സങ്കീർണമായ ഈ കള്ളക്കടത്ത് ശ്രമം പൊളിഞ്ഞത്. നാട്ടിൽ നിന്ന് മറ്റൊരാൾ കൊടുത്തയച്ച സ്യൂട്ട് കേസാണിതെന്നും ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പിടിയിൽ
പിടിയിലായ ഏഷ്യൻ സ്വദേശിനിയായ യാത്രക്കാരി നൽകിയ മൊഴി. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളും മറ്റു യാത്രക്കാരും സൗഹൃദ പൊതികൾ സ്വീകരിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകി. എത്ര അടുപ്പമുള്ളവരാണെങ്കിലും മറ്റുള്ളവരുടെ ബാഗുകളോ പൊതികളോ ചുമക്കരുതെന്നും ലഗേജിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പൂർണ്ണ നിയമപരമായ ഉത്തരവാദിത്തം യാത്രക്കാരനു മാത്രമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് UAE പൊതു അവധി പ്രഖ്യാപിച്ചു. വരുന്ന ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് ഔദ്യോഗിക അവധി ദിനം. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കുമെന്ന് UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ വാരാന്ത്യ അവധികളായ ശനി ഞായർ ദിവസങ്ങൾ കൂടി ചേരുമ്പോൾ UAE ജീവനക്കാർക്കും പ്രവാസികൾക്കും 3 ദിവസത്തെ നീണ്ട വാരാന്ത്യ ഒഴിവുകാലം ആസ്വദിക്കാൻ സാധിക്കും. അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ജീവനക്കാർക്ക് അവധി ഉറപ്പാണെങ്കിലും ചെറിയ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന ചിലർക്ക് ഈ ആനുകൂല്യം പൂർണ്ണമായി ലഭിച്ചേക്കില്ല. UAEക്ക് പുറമെ ഒമാനിലും നബിദിനത്തോടനുബന്ധിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ ഓഗസ്റ്റ് 27 വ്യാഴാഴ്ചയാണ് അവധി. അതും വാരാന്ത്യ അവധിയോട് ചേർന്ന് വരുന്നതിനാൽ അവിടുത്തെ ജീവനക്കാർക്ക് 3 ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും. മറ്റ് GCC രാജ്യങ്ങളും വരും ദിവസങ്ങളിൽ ഔദ്യോഗിക അവധി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിക കലണ്ടറിലെ 3ാമത്തെ മാസമായ റബി ഉൽ അവൽ 12ാം തീയതിയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രവാചക ജന്മദിനമായ മൗലിദ് അൽ നബിയായി ആചരിക്കുന്നത്. പ്രവാചകന്റെ ജീവിത ദർശനങ്ങളെ അനുസ്മരിക്കുന്ന ഈ വിശേഷ ദിവസം പള്ളികളിലും വീടുകളിലുമായി പ്രത്യേക പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, മതപ്രഭാഷണങ്ങൾ എന്നിവയോടെയാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.